എല്ലാവർക്കും സോഴ്സാറാണ്. ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് എടുത്തേക്കുന്നത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത്തിരി ടഫായിട്ട് തോന്നുകയും ചെയ്യുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് മെത്തേഡ് കൂടെ ആകുമ്പോൾ ഇത്തിരി ചെയ്യാനുള്ളതും ഷോർട്ട് കട്ട് കൂടെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മെത്തേഡും നിങ്ങളെ ചെയ്ത് കാണിക്കാം. എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൻ്റെ ചെയ്യുന്ന മെത്തേഡും ഇതിൻ്റെ ഷോർട്ട് കട്ട് ചെയ്യുന്ന മെത്തേഡും. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് കണ്ടേ. How many rational terms in the expansion of root 5 plus 4th root of 11 whole raised to 124? That was it. Okay. നമ്മൾ സാധാരണ നല്ല രസകരമായിട്ടുള്ള നമ്പേഴ്സിനെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ റൂട്ടും അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. വളരെ ഈസി ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട്, പക്ഷെ പഠിക്കുമ്പോൾ ഈസി ആവും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഒന്നും പിടിയിട്ടിട്ടില്ല. ഹൗ മെനി റാഷണൽ ടേംസ്, വാട്ട് ഈസ് മെൻ ബൈ റാഷണൽ ടേംസ്? റാഷണൽ ടേംസ് എന്ന് പറഞ്ഞാൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ റൂട്ടുകളൊന്നും ഉണ്ടാവരുത്. മനസ്സിലായി? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 125 ടേംസ് കാണും, 125 ടേംസ് കാണും. ഇതിനുള്ളിൽ കുറച്ച് ടേംസുകൾക്കുള്ളിൽ റൂട്ട് ഇല്ലാത്തത് വരും, റൂട്ടേ കാണില്ല. ഈ റൂട്ട് 5 എങ്ങനെയൊന്നും കാണില്ല. 2, 4th root of 11 എന്ന് പറഞ്ഞാൽ 11 raised to 1/4 എന്നാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ പവർ ഫ്രാക്ഷൻ ഉള്ളതും വേണ്ട. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒഴിവാകേണ്ടത്. എന്താണ്? റൂട്ട് വേണ്ട, പവറിൽ ഫ്രാക്ഷൻ പവറും വേണ്ട. അങ്ങനെയൊന്നും ഇല്ലാത്ത കറക്റ്റ് ഇൻറ്റിജേഴ്സുകളെ കിട്ടുക, ഇൻ്റഗ്രൽ ടേംസ്, അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഒഴിവാണ്ട്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. റൂട്ട് വേണ്ട, പവറിൽ ഫ്രാക്ഷൻ വേണ്ട. അതൊന്നും ഇല്ലാത്ത എത്ര ടേംസുകളുണ്ട്, അതുള്ളതൊന്നും നമുക്കിവിടെ കൗണ്ട് ചെയ്യുന്നില്ല. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ആ സ്റ്റാൻഡേർഡ് മെത്തേഡ് കൂടെ ചെയ്യുകയാണ്. ഇതിനു വേണ്ടി നമ്മൾ ഇതിൻ്റെ ജനറൽ ടേമിനെ കണ്ടുപിടിക്കാൻ പോവാണ്. ജനറൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TR+1 എന്നാണ് കേട്ടോ. R+1 ദ ടേം. അതിൻ്റെ ഫോർമുല NCR A⁻n−r ഇൻറ്റു B⁻r. ഇതാണ് നമ്മുടെ ജനറൽ ടേമിൻ്റെ ഫോർമുല. ഇവിടെ n എന്ന് പറഞ്ഞാൽ 124 ആണ്, 124 CR. A എന്ന് പറഞ്ഞ ഫസ്റ്റ് ടൈം, ദാറ്റ് ഈസ് റൂട്ട് 5, ദാറ്റ് ഈസ് 5 raised to half. അറിയാമല്ലോ, റൂട്ട് 5 എന്ന് പറഞ്ഞാൽ 5 raised to half ആണ്. raised to n−r മീൻസ് 124 മൈനസ് r. നെക്സ്റ്റ് B എന്ന് പറഞ്ഞാൽ 4th root of 11. ഇങ്ങനെ 4th root of 11, ദാറ്റ് മീൻസ് 11 raised to 1/4 എന്നാണ്. അപ്പോൾ ബിയുടെ പ്ലേസിൽ, ഈ ബിയുടെ പ്ലേസിൽ 11 raised to 1/4 whole raised to r. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറൽ ടൈം. ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് 124 CR. 5 raised to half whole raised to 124 മൈനസ് r എന്നാൽ ഈ ബൈ 2 ഉണ്ടോ, 5ൻ്റെ പവറിലുള്ള 1/2ൻ്റെ ഈ ഡിനോട്ട് കിടന്നിട്ട് ഈ രണ്ട് പേരുടെ താഴെ എത്തുമ്പോൾ 124/2 മൈനസ് r/2 എന്ന് വരും. 5 raised കേട്ടോ. ഈ ഹാഫ് ഇത് തമ്മിൽ അങ്ങ് ഇൻറ്റു ചെയ്യും, അറിയാമല്ലോ. A⁻m whole raised to n, A⁻m into n. ഓക്കെ, അപ്പോൾ ഇതേ ഇൻറ്റു ഇതാണ് കേട്ടോ. അതാണ് ബൈ 2 രണ്ടതും വന്നു. ഇവിടെ വരുമ്പോൾ 11 raised to r/4, 11 raised to 1/4 whole raised to r, 1/4 into r/4. ഓക്കെ, ദാറ്റ് ഈസ് 124 CR. 5 raised to 124/2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും മോനെ? 62 കിട്ടും അല്ലേ. 62 മൈനസ് r/2, 11 raised to r/4. ഇതാണ് നമുക്കിപ്പോൾ സിംപ്ലിഫൈ ചെയ്തൊക്കെ കിട്ടിയത്. അപ്പോൾ ഇനി ഫ്രാക്ഷൻ പവറിൽ വരാൻ പാടില്ല, റൂട്ടുകൾ പവറിൽ വരാൻ പാടില്ല. അതിന് വേണ്ടത് ഇവിടെ നോക്കിക്കേ, ഈ ആറാണ് ഇവിടുത്തെ ആൾ കേട്ടോ. ആറിന് ഏത് നമ്പർ കൊടുക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കി r/2, ഇവിടെ r/4 എന്ന് പറഞ്ഞാൽ ആറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ആറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അവിടെ ഫ്രാക്ഷൻ വരും. ഓക്കെ, ഇതിപ്പോൾ ആറിൻ്റെ പ്ലേസിലേ 8 എന്നുള്ളൊരു നമ്പർ ആണെങ്കിൽ എന്താ, 8/2 എത്ര മോനെ? 4 അല്ലേ. അപ്പോൾ 62 മൈനസ് 4 58, ഫ്രാക്ഷൻ വന്നില്ലല്ലോ. പക്ഷേ ഇതിപ്പോൾ 6 ഞാൻ 7 എന്നാണ് കൊടുക്കുന്നെങ്കിലോ, 7 എന്നാണെങ്കിലോ 7/2 കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതൊരു ഫ്രാക്ഷൻ പവർ ആയിരിക്കും 5ന് പകരുന്നത് കേട്ടോ. ഓക്കെ, 11 അതേപോലെ തന്നെ ആയിരിക്കും. ഇപ്പോൾ 7 കൊടുത്താൽ 7/4 ഫ്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ 6ൻ്റെ പ്ലേസിൽ കൊടുക്കാൻ പറ്റുന്ന ഈ 2 കൊണ്ടും 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം. ദാറ്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ 0 and 124. ഇതിനിടയ്ക്കുള്ള ഏതൊക്കെ നമ്പറുകളാണ് 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് ഇവിടെ 4 ഉണ്ട് കേട്ടോ. r/2 r/4 രണ്ടും ഫ്രാക്ഷൻ ആവാതിരിക്കണമെങ്കിൽ ഈ രണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഈ ആറിൻ്റെ പ്ലേസിൽ വരേണ്ട വാല്യൂ.
അപ്പോൾ 2 കൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് 4 കൊണ്ടുള്ള നോക്കിയാൽ മതി. കാരണം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ഉറപ്പായിട്ട് ആരും കൊണ്ടും പറ്റും, 2 കൊണ്ടും പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 0 തൊട്ട് 124 വരെയുള്ള 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 0 പറ്റും, 0/2 0, 0/4 0. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റി. പിന്നെ ആരാമനെ 4, പിന്നെ 8, പിന്നെ 12, അങ്ങനെ നോക്കിക്കുക 124, അതും 4 കൊണ്ട് ഡിവൈഡ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 124 വരെയുള്ള 4ൻ്റെ മൾട്ടിപ്പിൾസ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് എത്ര ടേംസ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ 4 എന്നുള്ള കണക്ക് മനസ്സിലായല്ലോ. ഇത് 2ഉം ഇത് 4ഉം ആയപ്പോൾ രണ്ടിൻ്റെ LCM അതങ്ങ് എടുത്താൽ മതി. 2ൻ്റെ 4ൻ്റെ LCM എത്ര മനെ 4. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഈ 0 തൊട്ട് 124 വരെയുള്ള നമ്പറുകൾ എത്ര എണ്ണം, അതാണ് നമുക്ക് ഫ്രാക്ഷൻ പവർ ഇല്ലാതെ കിട്ടാനുള്ള മാർഗം. അപ്പോൾ 0 തൊട്ട് 0 വരാം, പിന്നെ 4 വരാം, 4/2 4/4 ഫ്രാക്ഷൻ വരത്തില്ല. പിന്നെ 8 കൊടുത്താൽ 8/2 8/4 ഫ്രാക്ഷൻ വരത്തില്ല. 12 കൊടുത്താൽ 12/2 12/4 ഫ്രാക്ഷൻ വരത്തില്ല. 124 എന്ന് പറഞ്ഞാലും ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ ആവും അല്ലേ, 1. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടൈംസിനെ കണ്ടുപിടിക്കാൻ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. an - a1/d + 1 ഇതാണ് നമ്പർ ഓഫ് ടൈംസ്. ഓക്കെ, ഇവിടെ an എന്ന് പറഞ്ഞാൽ 124 മൈനസ് a1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം 0 ബൈ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 അല്ലേ, കൂടി /4 + 1. 124 - 0 ഇത് വേണ്ട. 124/4 എന്ന് പറയുമ്പോൾ 4 × 3 12, 4 × 1 അപ്പോൾ 31 + 1 ആൻസർ ആയ 32. ദാറ്റ് മീൻസ് 32 റാഷണൽ ടേംസ് ഉണ്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്നുള്ള അർത്ഥം. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് മെത്തേഡ്. ഇനി നമുക്ക് ഇത്തിരി ഈസിയായിട്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കാമനെ √5 എന്ന് പറഞ്ഞാൽ പവറിൽ ആരാമനെ 1/2. ഇത് 4th root of 11 ആരാമനെ 1/4. അപ്പോൾ 1/2 ആൻഡ് 1/4. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് ആരൊക്കെ അവിടെ വെച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും. 2 and 4. 2ൻ്റെയും 4ൻ്റെയും LCM എത്ര മനെ 4. ഓക്കെ, അപ്പോൾ ആ 4ൻ്റെ മൾട്ടിപ്പിൾ സാധ്യമേ എടുത്താൽ മതി. ഇത്രയൊന്നുമേ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, അത്രമേ ഉള്ളൂ. അപ്പം ഈ ഡിനോമിനേറ്റേഴ്സ് കിടക്കുന്നവരുടെ LCM നമ്പർ എത്ര ആണോ ആ നമ്പറിൻ്റെ മൾട്ടിപ്പിൾസുകൾ 0 തൊട്ട് ഈ നമ്പർ വരെ എത്ര എണ്ണം ഉണ്ട്, ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്ലിയർ ആയല്ലോ, ഇത് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കണം. നമ്മൾ എപ്പോഴും നല്ല കട്ടയ്ക്ക് നിൽക്കുന്നെങ്കിലേ മാത്സിൽ പറ്റുള്ളൂ. അല്ലാതെ ഒന്ന് ലീനിയൻ്റ് ആയി കഴിഞ്ഞാൽ പോയി. വളരെ കട്ടയ്ക്ക് നിൽക്കണം. നല്ല ഫാസ്റ്റായിട്ട് സ്പീഡായിട്ട് ടഫ് ക്വസ്റ്റ്യൻസുകളെ ചെയ്യാൻ പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ ഈസിയെ ചെയ്യുക, അല്ലാതെ തന്നെ വിടുക. നമുക്ക് അങ്ങനെ കിട്ടുമെന്നേ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇത് ഇത്തിരി നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അത്യാവശ്യമൊക്കെ മനസ്സിലായെന്ന് തോന്നില്ലേ? എന്തായാലും ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് മറക്കാമെന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇങ്ങനത്തെ പ്രോബ്ലംസുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഏറ്റവും സൂപ്പറായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തന്നുള്ള ക്ലാസ്സാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ കൂടെ മനസ്സിലാവുന്ന രീതിയിൽ കൂടെയാണ് പാകപ്പെടുത്തി തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.